ചേമീൻ, ഇത് ചെമ്പല്ലി, ഇത് കൊഞ്ച്. ഇതിൻ്റെ വയറ് കണ്ടോ, ഡമ്മനെ ഇരിക്കും, പൊള്ളയാണ്. ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വേറെ വേണ്ട. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ രാവിലെ ഈ മീനിൻ്റെ പർച്ചേസ് കഴിഞ്ഞു. വിഴിഞ്ഞത്തുനിന്ന്, കുമിരിച്ചന്ത, പാളയം, പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തുനിന്ന് കുറച്ച് മീനുകളെല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിഷ് നമ്മൾ അമ്മ വീട്ടിൽ രാവിലെ ഒരു ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഫിഷ് എല്ലാം കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നെമ്മീൻ, ഐക്കൂറ, ഇത് കേര, ഇത് ചൂര, ഇത് കരിമീൻ, ഇത് ഹമൂറ്, പിന്നെ ഇത് വിളമീൻ, ഇത് ചേമീൻ, ഇത് ചെമ്പല്ലി, ഇത് കൊഞ്ച്. ഇനി അടുത്ത് ബാക്കിയുള്ള ഈ അയല, കണവ, ആ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സമയമല്ല, ലഞ്ചിനുള്ള സമയം ഏതാണ്ട് ആയി. ഇനി ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് ഈ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കയറ്റണം. അങ്ങോട്ട് കയറ്റിയാൽ മാത്രമേ ഇത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുപ്പത്ത് പല സാധനങ്ങളും ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറുക. എൻ്റെ ഒരു സഹായിയുടെ ഉണ്ട്, മുസ്താഖിനെ കൂടെ പിടിക്കുക. ഇത് നേരെ കയറുക, ടപ്പാന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം നെമ്മീൻ കട്ട് ചെയ്ത് തുടങ്ങാം. നമ്മൾ നെമ്മീൻ ഇന്നലെ വലിയ പീസായതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നെമ്മീൻ അഥവാ ഐക്കൂറ കേട്ടോ. ഇവിടെ ഒരു വരിക്കുണ്ട്. ഈ വരിക്ക് പിന്നെ നെമ്മീൻ്റെ തല കഴിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി തല നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. ഇതാണ് ഇതിൻ്റെ പരിഞ്ചിലി. ഭയങ്കര ടേസ്റ്റാണ്. പരിഞ്ചിലി മീൻ മുട്ട എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. അതാണ് നെമ്മീൻ്റെ പരിഞ്ചിലി, മീൻ മുട്ട എന്ന് പറയും. ഭയങ്കര ടേസ്റ്റാണ് വറുത്ത. ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ വേസ്റ്റാണ് ഇത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. കണ്ടോ, ഇതിലൊരു ലെയറുണ്ട്. ഈ ലെയറിന് ചെറിയ കത്തി വെച്ച് ബീഫിലും ഒക്കെ കാണുന്ന കണക്കിനുള്ള ഒരു ലെയറാണിത്. ഇത് വലിയ മീനുകളിലെ ഇത്ര ലെയർ ഇങ്ങനെ കാണാറുള്ളൂ. ഇതാ ഇത് നമുക്കൊരു വേണ്ടുന്ന പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഫ്രൈക്കായിട്ട് ഇങ്ങനെ എടുക്കാം. ഫ്രൈക്കുള്ള പരുവത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഇനി അടുത്ത് നെമ്മീൻ്റെ തല ക്ലീൻ ചെയ്യാം. തലയുടെ ഈ ഭാഗം അങ്ങ് എടുത്ത് കളയുന്നതായിരിക്കും നല്ലത്. തല കഴിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ അത് ആരോഗ്യകരമായി തോന്നും. ഇതിൻ്റെ ചിലപ്പോൾ ചൂണ്ട മീനാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളണം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ചൂണ്ട ഇതിനകത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. കയ്യിൽ കയറിയാൽ ഭയങ്കര വേദനയാണ്. ഇതിൻ്റെ ചെകിളപ്പൂ എടുത്ത് കളയണം. ഇത് കാണുന്നത് പോലെയല്ല. ഇനി ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം. അപ്പം വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അത് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും. കുറച്ചുകൂടെ നന്നായിട്ട് വൃത്തിയാവും. ഇത് സ്ക്രബ്ബറിട്ട് ഇതിൻ്റെ പുറം വെറും സ്ക്രബ്ബറാണേ. ഒരു സ്ക്രബ്ബറിട്ട് ഇതിൻ്റെ പുറത്ത് ഉള്ള അഴുക്കുകൾ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ബാക്കിയുള്ള അഴുക്കെല്ലാം കൂടെ പോകും. എന്നിട്ട് അല്പം വിനെഗറും കൂടെ ഇതിനകത്തൊന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുമ്പോൾ ഇത് ടിപ്പായി. ഇത് കേര. ചെമ്പല്ലി. പല്ലിയുടെ ഈ ഭാഗം ഇത് കട്ട് ചെയ്യണം. ഇവിടം കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യണം. വാല് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ചെതുമ്പലുണ്ട്. ചെതുമ്പലെടുക്കാതെ ഇങ്ങനൊരു സാധനമുണ്ട്. ക്ലീനായി. ഇനി ഇതിനകം ഇവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ചകളപ്പൂ എടുത്ത് കഴുകി കഴിഞ്ഞാൽ ചെമ്പല്ലി റെഡി. ഇത് ഇവിടെ ഒന്ന് എടുക്കണം. ചിലയിടത്ത് ഇതിൻ്റെ അകത്തൂടെ അങ്ങ് എടുക്കും. പക്ഷേ എങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഇത് നല്ല രീതിയിൽ ക്ലീൻ ആവുള്ളൂ. വയറ് ഇതെല്ലാം ക്ലീൻ ആവുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഇത്തിരി വിനെഗർ ഒഴിച്ച് നേരെ കഴിക്കണം. ആയി കഴിഞ്ഞാൽ ഇനി ഇത് വരയാം. വരഞ്ഞിട്ട് ഒന്നുകൂടെ ഇച്ചിരി വിനാഗിരി ഇട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ചെമ്പല്ലി റെഡി. പിന്നെ ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. എങ്ങനെ ക്ലീൻ ചെയ്താലും നന്നായിട്ട് ക്ലീൻ ആവണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെമ്പല്ലി റെഡി. കരിമീൻ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല സൂക്ഷിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത മുള്ളാണ് ഇതിൻ്റെ. നല്ല കഴിക്കാൻ ടേസ്റ്റാണെങ്കിലും ക്ലീൻ ചെയ്യാൻ വലിയ പാടാണ്. ഇതിൻ്റെ ചെതുമ്പൽ നല്ല സ്ട്രോങ് ആണ്. അല്ല, ഈ സാധനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് കയ്യിൽ കൊണ്ടാൽ അപ്പം മുറിയും. അത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതിനകത്തുള്ള വേസ്റ്റ് ഉണ്ട്. ഈ വേസ്റ്റ് കംപ്ലീറ്റ് അടുത്ത് പുറത്തല്ല. കരിമീനും റെഡിയാണ്. ഇത് ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇത്തിരി സ്ലോ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പം പടപടപടപടപടേത് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത് ചേമീൻ എന്ന് പറയുന്ന സാധനം. ഓരോ മീനിനും ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത് കേട്ടോ.
കണ്ട സൂക്ഷിച്ചില്ല ഇതിൽ. ഇനി ഇതിൻ്റെ ചെതുമ്പൽ ഇത്തിരി വലിയ ചെതുമ്പൽ. ഇതിൻ്റെ വേസ്റ്റ് എടുക്കുക. ഇത് നമ്മുടെ അവിടെ വിളമീൻ എന്നാണ് പറയുന്നത്. വിളമീൻ. ഇതിൻ്റെയും ചെതുമ്പൽ ഭയങ്കരമാണ്. നമ്മളിത് ഓരോ മീനുകളും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഒരുമിച്ച് വിനെഗറിട്ടാണ് സാധാരണ ചെയ്യുന്നത്. ഇത് ഓരോന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വിളമീൻ റെഡിയാണ്. അടുത്തൊരു ഐറ്റം ഉണ്ട്, അമൂർ എന്ന് പറഞ്ഞൊരു സാധനം. അമൂർ. ഇതാണ് അമൂർ. ഇത് ഭയങ്കര വഴുവഴുപ്പാണ്, കയ്യിൽ നിൽക്കില്ല. അങ്ങനത്തെ ഒരു മീനാണ്, കടൽ മീനാണ്. നല്ല ടേസ്റ്റാണ്. ഇതിന് നല്ല ചെതുമ്പലാണ്. ചെതുമ്പൽ ചെറുതാണെങ്കിൽ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇതിൻ്റെ വയറ് കണ്ടോ, ഡമ്മനായിരിക്കും, പൊള്ളയാണ്. ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, വേറെ വേണ്ട. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചൂണ്ടയ്ക്ക് പിടിക്കുന്ന മീനാണെങ്കിൽ ഇതിനകത്ത് ചൂണ്ട കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ കീറിക്കൊണ്ട് പോകും. അമ്മ റെഡി. ഇനി കൊഞ്ചുണ്ട്, കണവയുണ്ട്, ഇനി അതുകൊണ്ട് പിന്നെ മത്തിപ്പീരയുണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പലരും പല രീതിയിലായിരിക്കും ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ എന്തായിരുന്നാലും ക്ലീൻ ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് 2 ബാച്ച് ഇന്ന് ടൂർ, കുറച്ച് പിള്ളേർ വരുന്നുണ്ട്, അല്ലാതെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ തിരക്കാണ്. ഞാനിത് ഒന്ന് ബാക്കി പടപടപടപടയെന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ മീനിൻ്റെ ക്ലീനിങ്ങൊക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞ് മണി 10:30 ഇനി അടുത്ത് ഇതിൻ്റെ മസാല ഇടൽ പരിപാടിയാണ്. അപ്പോൾ മസാല അവരിട്ടോളും, ബാക്കി മസാലയൊക്കെ കൂട്ടി കൊടുത്തിട്ട് മസാല അവരിട്ടോളും. അപ്പോൾ ഇനി ഞാൻ കുളിച്ച് ഒന്ന് വൃത്തിയായി അടിച്ചനച്ച് കുളിച്ചിട്ട് ഇപ്പോൾ വരാം.
അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ സമയമായി. ഉച്ചയൂണ് താഴെയാണ്. ഇന്നിപ്പം 2 ബാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ഫ്രൈഡ് റൈസും ബാക്കിയുള്ള സാധനങ്ങളും. അത് കഴിഞ്ഞ് മലപ്പുറം കോളേജിൻ്റെ പേര് ഓർമ്മയില്ല, മലപ്പുറം കോളേജിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ ഈ തിരുവനന്തപുരം കാണാൻ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ വിളിക്കുക. അവർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു 50 പേർക്ക് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ അമ്മ വീട്ടിൽ ഇതിൻ്റെ ഈ സ്പേസ് നമ്മൾ വാടക ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഭക്ഷണത്തിനുള്ള പൈസ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കൊച്ചു ഫംഗ്ഷൻ ഒരു 50 പേർക്ക് 60 പേർക്ക് 70 പേർക്ക് ഇരിക്കാവുന്ന ഫംഗ്ഷനുകളിൽ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. ഈ മോളിൽ വൈകുന്നേരങ്ങളിൽ ഭയങ്കര രസകരമായി നമുക്ക് നല്ല രസമായിട്ടിരിക്കാൻ പറ്റും. നല്ല കാറ്റുണ്ട്. പിന്നെ അതൊരു വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുന്നതിനുള്ള കാശ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. നമ്മുടെ ഹാളിനൊന്നും പൈസ ഈടാക്കുന്നില്ല. എന്ന് പറയുമ്പോൾ ഒരു സംശയം കാണും അല്ലേ, സാധാരണ ഫുഡിനേക്കാളും കൂടുതൽ വാങ്ങിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കാര്യം തിരുവനന്തപുരത്ത് നമ്മുടെ ഇതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ തൈക്കാട് പോലുള്ളൊരു ഭാഗങ്ങളിൽ 50 പേർക്ക് ഇരിക്കുന്നതിനുള്ളൊരു ഹാള് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എത്ര രൂപ ആവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ അങ്ങനെയൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ പാർട്ടികൾ, ഫാമിലി ഗെറ്റ് ടുഗദർ, ഈ നമ്മുടെ കോളേജ് റീയൂണിയന്, സ്കൂൾ റീയൂണിയന് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. ഇവിടെ ഇരുന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞ് അല്പം ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ പിരിയാം. ഓക്കെ. അപ്പോൾ ഈ കോളേജിൽ വന്ന പിള്ളേരെ കൂടെ ഒന്ന് യാത്ര ആക്കിയിട്ട് ഇനി അടുത്ത അടുക്കളയിലോട്ട് ഒന്ന് പോയിട്ട് വരണം. അങ്ങനെ നമ്മൾ 2 ഗ്രൂപ്പുകളും വന്ന് ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു. നമ്മുടെ ഊണ് സമയം അതുകൊണ്ട് കഴിയാറായി. ഈ ഉത്സവ പിറ്റേന്ന് പറയുന്ന പോലെയാണ് ഈ ഊണ് സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബഹളവും ഒതുക്കലും ഉണ്ട്. ചട്ടിച്ചോറോ ഇത്രയല്ലേ ചോറ്. ഓരോ സ്ഥലങ്ങളായിട്ട് ഒഴിഞ്ഞ് ഒതുക്കി ഇവിടം എല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളായിട്ട് ഇവിടം ക്ലോസായി. ഇനി ഇവിടെ ഒതുക്കാനുണ്ട്. ഇനി 1-2 ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇനി അടുത്ത ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അടുക്കള. ഏതാണ്ടത് ഒതുങ്ങി എല്ലാം ഇതിങ്ങനെ റെഡിയായി. ഇത് വൈകുന്നേരത്തേക്കുള്ള കാന്താരി കപ്പ പുഴുങ്ങാൻ അടുപ്പത്തിട്ടിരിക്കുകയാണ്. ഈ ഉച്ചയ്ക്കുള്ള തിരക്ക് കാരണം നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതാ നമ്മൾ കണ്ട കൊഞ്ച് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1-2 ഓർഡറുണ്ട്. വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളിങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ ഫിഷ് ക്ലീൻ ചെയ്ത് ഫിഷ് ഇങ്ങനെയാണെന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മുകളിൽ നിങ്ങൾ കണ്ട ആ ഹാള് അത് നമ്മൾ പല ഇതുപോലുള്ള കൊച്ചു കൊച്ചു പരിപാടികൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ വാടകയില്ലാതെ നമ്മൾ കൊടുക്കുകയാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇന്ന് നമ്മൾ അമ്മ വീട്ടിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത്. കാരണം 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫിഷ് എവിടെ നിന്ന് എടുക്കുന്നു, എത്ര തരത്തിലുള്ള ഫിഷാണ്. പിന്നെ 1-2 കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ക്ലീൻ ചെയ്ത്, ഇവിടെയാണോ ക്ലീൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്ത് എങ്ങനെയാണതെന്ന് കാണിക്കാമെന്ന് ഇങ്ങനെ നിരന്തരം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനതൊന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ 2 അതിഥി അവരും ഉണ്ടായിരുന്നു. ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി കുറച്ച് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി അങ്ങനെ വച്ചിരിക്കുന്നൊരു സാധനമാണിത്. അവരെപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്യാവശ്യം ഹാഫ് കുക്ക് ചെയ്ത് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം ഇനി ബാക്കി ചെയ്യാം. ഇന്ന് നമുക്ക് ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫാമിലി ഗസ്റ്റ് ഉണ്ട്. അതാരാണെന്ന് പറയുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഹമൂറും ഒരു ചെമ്പല്ലി നമുക്ക് പൊള്ളിച്ച് റെഡിയാക്കി വയ്ക്കാം. അവർ വരാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ഉള്ള ഒരു ലഞ്ച്. വരണം വരണം വരണം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ്. നമ്മുടെ വലിയ സൗഹൃദമാണ്. ഇനി നമസ്കാരം. എടാ ബാ. വരണം. നല്ല മണമുണ്ട്. നല്ല രസകരമായ രുചികരമായ മണം. നമസ്കാരം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഇത് നിങ്ങൾക്ക് വേണ്ടി ചെമ്പല്ലി, അമൂറ്, ഇത് രണ്ടും പൊള്ളിച്ച് ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ ആവും. നമ്മുടെ USA നമ്മുടെ സുഹൃത്തുക്കളാണ്. സാമുവൽ, നീളമുള്ള പേരാണ്, സാമുവൽ മത്തായി. സാമു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സാമു. ഇത് വൈഫ് മെഴ്സി ചേച്ചി. അത് പിന്നെ എടാ പേര് ആൽവിൻ. എൻ്റെ വീട്ടിൽ പേര് അക്കു. ഇനി ഒരാളൂടെ ഉണ്ട്, അവൻ്റെ വിശേഷം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി പൊള്ളിക്കാൻ വേണ്ടി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മസാല നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വയ്ക്കും മസാല. കാര്യം ഇത് ഒരു 1-2 മണിക്കൂർ പണിയുണ്ട് ഇതിൻ്റെ. ഇങ്ങോട്ട് കയറിയപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ നാവിൻ്റെ തുമ്പിൽ വളരെയധികം രുചി തോന്നുന്ന നാടൻ വിഭവത്തിൻ്റെ ഒരു കലവറയായിട്ടാണ് എനിക്ക് അമ്മ വീടിനെ തോന്നുന്നത്. USA സാഹിത്യത്തിനൊരു കുറവ്. നമ്മളൊക്കെ ഈ 90s മുമ്പൊക്കെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോഴേ അന്നൊരു കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരാഴ്ച മുമ്പേ നമ്മുടെ ഒരുമിച്ച് കൂടി അന്ന് എല്ലാവരുടെ വന്നിട്ട് പല ബന്ധുക്കളെ നമ്മൾ നേരിട്ട് കാണുന്നു. ആ സമയത്ത് പ്രേമങ്ങളെ അതേപോലെ ആ സമയത്ത് അമ്മമാരെല്ലാം കൂടെ ഒത്തുകൂടി ഇങ്ങനെ ഒരു ഇത് ചെയ്ത് ചെയ്ത് ആ ഒരു ഫീലാണ് എനിക്കിപ്പം തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും കിഷോർ അമ്മ വീടെന്ന് പേരിട്ടിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അത് നിങ്ങൾ അമേരിക്കയിൽ ആയതുകൊണ്ടല്ല, അപ്പൊ ഇത്തിരി നൊക്കളാച്ചി കൂടും വല്ലപ്പോഴും. നടുമുറ്റം ഇവിടെ എല്ലാവരും നിങ്ങൾ വന്ന് മഴയെ കൊണ്ടാണ് കയറിയത്. മഴ ചാറ്റൽ മഴ കൊള്ളാം. നല്ല മഴയാണെങ്കിൽ വൈകുന്നേരം ഗസ്റ്റുകൾ വരില്ല. അയ്യോ ഇന്നിപ്പോ മഴ എന്നാണ്. അപ്പൊ അതാ ചെമ്പല്ലി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ടവയിലിടാം. ഇനി അടുത്ത് ഇതുകൂടെ ചെയ്യാം. അമൂറൂടെ ഇട്ടാൽ അമൂർ ഉഗ്ര മീനാ. ഉഗ്ര കടൽ മീനാ. നല്ല ടേസ്റ്റുവാ കഴിക്കാനേ. അമൂർ അവിടെ ഉണ്ട്. അവിടെ ഭയങ്കര ഡിമാൻഡ് അമൂർ. ഇവിടെ പിന്നെ ചിലർക്ക് അറിയാവുന്നവർക്ക് കറക്റ്റ് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദുബായിലെ ദേറ. ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. പിന്നെ കിഷോറിൻ്റെ പ്രത്യേക തരത്തിലുള്ള നമ്മുടെ നാടൻ ഓർഗാനിക് കരിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ട്. നാടൻ ഓർഗാനിക് കരിവേപ്പില എന്നല്ല, ഇതിപ്പോൾ നമ്മൾ കരിവേപ്പില അവിടെ നിന്ന് വന്നില്ല. അതുകൊണ്ട് തൊട്ടടുത്ത് വലിയ കരിവേപ്പിലയുടെ ഒരു മരമുണ്ട്. നമ്മളെപ്പോഴും ഹെൽത്തി സംഭവം ഫിഷാണ് മീറ്റിനേക്കാളും. അതെ. അതിന് നമുക്ക് പ്രത്യേകിച്ച് മലയാളിക്ക് ഫിഷ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇറച്ചി തൊടാതെ ഫിഷിൻ്റെ ഒരു ലഞ്ച്. ഒരുപാടുണ്ട്, പക്ഷേ എങ്കിലും ഈ നിങ്ങൾക്കുള്ള തിരക്ക് കാരണേ ആരാധികയാണ്. ഒത്തിരി പച്ചവെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്താൽ തീ കുറച്ച് പഠിച്ചു വെച്ചോ കിഷോറിൻ്റെ. അതെ യൂട്യൂബിലും എല്ലാം ശ്രദ്ധിച്ചു, എല്ലാം വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ പോലും ലൈവായിട്ട് നേരിട്ട് കാണുന്ന. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് അത് നിങ്ങൾ വരാൻ നമുക്കൊരു ഭാഗ്യം വേണ്ടേ? അതെ. ഞങ്ങൾ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ഇവരൊരു 5-6 ദിവസത്തിനും എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങൾ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വരുന്നു, അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ എപ്പോഴാണ്. ഞാൻ പറഞ്ഞ തിരക്ക് കുറഞ്ഞൊരു സമയം ഒരു 3-3:30 മണിയാകുമ്പോൾ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിനനുസരിച്ചാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് കണ്ടല്ലോ, ഇന്ന് ഫിഷ് ഇത്തിരി കൂടുതലായിരുന്നു. നമുക്കത് ഫിഷ് ഒത്തിരി കിട്ടി. ചില ദിവസങ്ങളിൽ അങ്ങനെ കിട്ടുള്ളൂ, എല്ലാ ദിവസവും അത്രയും അവൈലബിലിറ്റി ഇല്ല. അതാണ് ഇന്നിത്തിരി ചിലർ വരുമ്പോൾ ചില മാറ്റങ്ങൾ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. അതെ, പക്ഷേ സാമച്ചായം വന്നപ്പോൾ ചരിത്രമല്ല, കടൽ വഴിമാറുന്നു. എന്നിട്ടല്ല ഉള്ള മീനല്ല ഇത്തിരി കൂടുതലായിരുന്നു. അത് കേട്ടോ. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ഞാൻ പറയാം, ഈ വയറ്റി ഭാഗ്യം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടോ, അവൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, അവൻ ഇനി ഈ ചത്ത് കിടന്നാൽ അവൻ്റെ വയറ്റിഭാഗ്യം എന്ന് പറഞ്ഞ സാധനം അത് ചില ഇതിൽ ആർക്കാണുള്ളത്? ചേച്ചിക്ക്? എനിക്കുണ്ട് വയറ്റിഭാഗ്യം ഭീകരം. അല്ല, 1ാം ക്ലാസ് അമ്മൂറ്. അപ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഇപ്പോൾ തുടങ്ങാം.
അപ്പം റെഡിയായി. ആദ്യം ചെമ്പല്ലി, ഇല്ല അടുത്ത് അമൂറ്, അമൂറ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓരോരുത്തർ പിടിച്ചോളി. സന്തോഷം. എടാ നീ കൂടെ പിടിച്ചോ. അപ്പോൾ ഇനി വിശാലമായ ഒരു ഉച്ചയൂണ്. ഇതാ അച്ഛാ നെമ്മീൻ്റെ തലക്കറി, ചെറിയ നെമ്മീൻ ചെറുത് കേട്ടാ. ചൂര പെരട്ടിയത്, കേര വറുത്തരച്ചത്, അയല മാങ്ങാക്കറി, കൂന്തൾ, കണവ തോരൻ, ഫിഷ് മാത്രമേ ഉള്ളൂ. ഇത് മത്തി പീര, ചൂടുവെള്ളം, കഞ്ഞിവെള്ളം, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മീനിൻ്റെ കറി, ഗ്രേവി, പിന്നെ ഏത് പുളിമുളക് ചമ്മന്തി അല്ലേ. അതിന് പകരം ഇന്ന് മാങ്ങ. സവാളയ്ക്ക് വില കൂടിയത് കാരണം കുറച്ച് ദിവസമായി പുളിമുളകും ഞങ്ങളൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളാണത്. 1, 2, മൂന്നാമതിരിക്കുന്ന കിച്ചടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഏതാണെന്ന് പറയണേ മോനെ. മൂന്നാമതിരിക്കുന്നത് കിച്ചടിയാണ്. കുറെ നേരത്തെ നൊക്കളാച്ചിയൊക്കെ അടിച്ചതാണ്. ഏത് കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാങ്ങ കിച്ചടി. ഒന്നുകൂടെ സമയം തരും എടാ. നിങ്ങൾ തന്നെ വിജയിച്ച മാങ്ങ കിച്ചടി. ഇന്ന് നമ്മുടെ ഫ്രണ്ടിലെ മാവില്ലേ, അതിൽ നിറച്ച് മാങ്ങയായിരുന്നു. അങ്ങനെ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങ കിച്ചടി. നിനക്ക് ഫീൽ ചെയ്തല്ലേ? ചെറുതായിട്ട് ചേച്ചി ഒന്ന് മറുകണ്ട ചാടി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലല്ല അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പൈനാപ്പിളും മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായിരുന്നാലും അച്ചായൻ തന്നെ അതിൽ വിജയിച്ചത്. ഇനി അയ്യോ ബെസ്റ്റ് കുക്ക് ചെയ്യണ ആളിനെ അറിഞ്ഞൂടാ. ഒരു കാര്യം പറയട്ടെ, അതായത് ഈ സത്യം പറഞ്ഞ അമ്മ വീട്ടിൽ കയറി ഈ ഫുഡെല്ലാം കണ്ടപ്പോൾ തന്നെ വിശപ്പെല്ലാം പോയി. ഇനി കഴിക്കേണ്ടതാണ്. അല്ല കഴിക്കണം, പക്ഷേ എന്നാലും കാരണം ഇത്രയും വിഭവസമൃദ്ധമായ നല്ല നാടൻ ഭക്ഷണം വിടാൻ പറ്റത്തില്ല. പക്ഷേ അപ്പോഴേ പിന്നെ കിഷോറിന്റെ ഒരു വാക്ക് കട എടുത്തോണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദങ്ങളാണ്. നമ്മൾ ബന്ധുക്കളെക്കാളും ഏറ്റവും വലിയ ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപകാരപ്പെടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പലതുമൊക്കെ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഒരു പരിധി വരെ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് ബോധർ ചെയ്യാറില്ല. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. ഇനിയിപ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. അയ്യോ സത്യം പറഞ്ഞാൽ ഈ കിടന്ന് ഞൊണ്ടണെന്ന് പറഞ്ഞാൽ ഈ പൊള്ളിക്കണ സാധനം ഉണ്ടാക്കിയപ്പോൾ ശകല എണ്ണ കാലിൽ വീഴുന്നത് കേട്ടോ ഈ ആവേശത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു അസഖ്യതയുണ്ട്. കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ. കഞ്ഞിവെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞില്ല. യു എസ് നിന്ന് വന്നിട്ട് കഞ്ഞിവെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു പരാതി വേണ്ട മോനൂട്ടാ. ഇനി ഇളയ ഒരുത്തനുണ്ട്, അവരെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അവർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിനിമ സംവിധാനം ചെയ്ത എൻ്റെ ഒരു സുഹൃത്തു കൂടിയ സുജിത്താണ്. അതെ, സുജിത്ത് എസ് നായർ. സിനിമ ഉടനെ ഇറങ്ങും അല്ലേ? ഷൂട്ടിംഗ് നടക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നത്. അവനും കൂടെ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവൻ ഇന്ന് വരാൻ പറ്റിയില്ല. ശരി, അപ്പോൾ എന്തായിരുന്നാലും എടാ ഇത് കാണുമ്പോൾ നീ കൊതിയോടുകൂടി നോക്കിക്കോ. അപ്പോൾ അതെ, ഇന്ന് രാവിലെ മുതൽ മീനിൻ്റെ പിറകിലായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല മീൻ കിട്ടി. വരണ ആളുകളുടെ ഇതുപോലെ ഇരിക്കും. അമൂറ് പൊള്ളിച്ചത്. അമൂറ് അതിൻ്റെ പകുതി മതി കേട്ടോ. ഇല്ല മോനോട്ടാ എന്നാ കയ്യിൽ വാങ്ങിച്ചോ, കയ്യിലോടിച്ചോ. ചൂട് കഴിഞ്ഞു. ചെമ്പല്ലി ഇവനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. കഴിയിടാം.
നല്ല ഫ്ലഷുള്ള സാധനമാണ് ചെമ്പല്ലി. ഇതാ ഓക്കെ, പൊളിച്ചില്ലേ? കണ്ടാൽ കഴിക്കാൻ. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ വരിക. അപ്പോൾ US നിന്ന് വന്ന അച്ചായനും അതുപോലെ തന്നെ ചേച്ചിക്കും 2 മക്കൾക്കും അതുപോലെ തന്നെ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും നമസ്കാരം.